ഹലോ, നമുക്ക് ബേബിക്ക് 6th മന്തിന് ശേഷം കൊടുക്കാൻ പറ്റിയ കുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കായ വെയിൽ ഉണക്കി പൊടിച്ച് എടുത്തു വെച്ച പൊടിയാണ് യൂസ് ആക്കുന്നത്. നമുക്ക് കുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ എത്രയാണോ കുറുക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ എടുക്കുക. ഇപ്പം ഞാൻ 3/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കുറുക്ക് മതിയാവും കുഞ്ഞുമക്കൾക്ക്. അതിനനുസരിച്ച് ഒരു കൽക്കണ്ട അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ആ കൽക്കണ്ട ഒന്ന് അതിൽ അലിയിച്ചെടുക്കുക. പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇനി കൽക്കണ്ട പൊടി അല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് അതൊന്ന് ചൂടാക്കി മിക്സാക്കി എടുക്കുന്നതാണ്. അതൊന്ന് നന്നായി വെള്ളത്തിൽ തിളച്ച് അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് എന്താക്കാം, ആ തിളച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്കത് മാറ്റി വയ്ക്കാം. ഇത് വന്നിട്ട് നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മൾ കായ നല്ലതുപോലെ വെയിൽ വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണ്. ഈ ബേബീസിന് ഫസ്റ്റ് 6 മാസം മുതൽ ബേബീസിന് നമ്മൾ ഫുഡ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് കായപ്പൊടി ഉണ്ടാക്കിയിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ഫുഡ്. ഇതിന് കൂടുതലായിട്ട് എടുക്കുക കുന്നൻ കായ അഥവാ കണ്ണൻ കായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കായയാണ് എടുക്കുക. ഇനി അത് ഇല്ലാത്ത പക്ഷം നമ്മൾ വീട്ടിൽ വളമിടാത്ത നല്ല നേന്ത്രക്കായൻ്റെ എടുത്ത് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ഇതിപ്പോൾ വളമിടാത്ത നേന്ത്രക്കായ വെയിലിൽ ഉണക്കിയിട്ട് പൊടിച്ച പൊടിയാണ് കുറുക്കാക്കി കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ നമ്മൾ നനവൊന്നും തട്ടാതെ നല്ലതുപോലെ എടുത്ത് സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് വേഗം കേടായി പോകും. ഇതിപ്പോൾ 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കൽക്കണ്ടം ഇട്ടിട്ട്, പൊടിക്കാത്ത കൽക്കണ്ടായതുകൊണ്ട് കൽക്കണ്ടം കഷ്ണങ്ങളിട്ടിട്ട് പാകത്തിന് മധുരം ഉള്ള രീതിയിൽ കഷ്ണങ്ങളിട്ടിട്ട് ഞാൻ ഒന്ന് തിളപ്പിച്ച് അലിയിപ്പിച്ച് എടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചതാണ്, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് കായപ്പൊടി ഇടുക. കുറച്ച് മതിയാവും, ബേബീസ് അത്രേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് 1 സ്പൂണ് അല്ലെങ്കിൽ ഒന്നും കുറച്ച് അങ്ങനെ കുറച്ച് 1 സ്പൂൺ ഉണ്ടാക്കി തന്നെ അത് മതി. അത് പൊടി വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാത്ത രീതിയിൽ കട്ട പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഇളക്കി നല്ല മിക്സാക്കി എടുക്കുക. കായപ്പൊടി ഇളകാതെ നിന്നിട്ടുണ്ടെങ്കിൽ അത് വേവത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് വെള്ളത്തിൽ നല്ല അലിയുന്ന രീതിയിൽ നല്ല മിക്സാക്കി എടുക്കുക. ഏതെങ്കിലും ഒരു നേരം ബേബീസിന് കുറുക്കായിട്ട് നമുക്ക് കായപ്പൊടി കുറുക്കുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതേപോലെ ഒരുപാട് തരം കുറുക്കുകളുണ്ട്, വ്യത്യസ്ത കുറുക്കുകളുണ്ട്. അതിൽ ഒരു കുറുക്കാണ് കായപ്പൊടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുണ്ടാക്കുന്ന കുറുക്ക്. ഇനി നമുക്ക് ആ മിക്സ് വന്നിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കാതിരിക്കരുത്, വേഗത്തിൽ അടിയിൽ പിടിച്ചു പോകും. അതുകൊണ്ട് നല്ല ഒന്ന് വേവുന്നത് വരെ നന്നായിട്ട് ആ മിക്സ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കാണ്ടിരിക്കരുത്, നല്ലപോലെ മിക്സാക്കി കൊണ്ടേയിരിക്കുക. ഇത് നമുക്ക് ഉണ്ടാക്കാനും ബേബീസിന് കൊടുക്കാനും ഒക്കെ എളുപ്പമാണ്. വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കായപ്പൊടീൻ്റെ ഈ കുറുക്ക്. ബേബീസിനായാലും നല്ല ഇഷ്ടമാവും, നല്ല മധുരമുള്ളതുകൊണ്ട് നല്ല ഇഷ്ടമാവും. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ 1 ഗ്ലാസ് പച്ചവെള്ളം എടുത്തതിന് ശേഷം 3/4 ഗ്ലാസ് എനിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിന് ശേഷം പച്ചവെള്ളം എടുത്തതിന് ശേഷം അതിൽ കൽക്കണ്ടം നേരത്തെ പൊടിച്ച് വെച്ചത് മിക്സാക്കിയിട്ട് അതിൽ നമുക്ക് എന്താ ചെയ്യുക, പൊടി ഇട്ടിട്ട് മിക്സാക്കി അടുപ്പിൽ വെച്ച് വേവിക്കുക. ഇതിപ്പോൾ കൽക്കണ്ടം പൊടിക്കാത്തതുകൊണ്ട് നേരത്തെ ഞാൻ തിളപ്പിച്ച് വെള്ളത്തിൽ ലായനിയാക്കിയതിന് ശേഷം
തണുത്തതിന് ശേഷം പൊടിയിട്ടു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പൊടിയിട്ട് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ ഈ കുറുക്കിലിങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് മധുരത്തിനുള്ള കൽക്കണ്ടോ കരിപ്പെട്ടിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് തിളച്ച് പൊന്തി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ കുറുക്ക് പാകാക്കി എടുത്തിട്ടുള്ളത്. നല്ല ലൂസ് വേണമെങ്കിൽ നല്ല ലൂസിലെടുക്കുക, കുറച്ച് ടൈറ്റായിട്ട് വേണമെങ്കിൽ ടൈറ്റായിട്ട് കൊടുക്കുക. അത് നമ്മൾ ഓരോരുത്തരും ഓരോ ബേബീൻ്റെ ഇഷ്ടം, അതുപോലെ തിന്നാനുള്ള കൊടുക്കാനുള്ള എളുപ്പം പോലെ നമ്മൾ ലൂസാക്കിയിട്ട് അല്ലെങ്കിൽ ടൈറ്റാക്കിയിട്ട് നമ്മൾ ഇഷ്ടംപോലെ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒരു ബേബീസിന് ഒരു രീതിയിലുള്ള കുറുക്ക്, കായപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കുറുക്ക്. ബേബീസിൻ്റെ ഏതെങ്കിലും ഒരു നേരം ഫുഡായിട്ട് ഈ കായപ്പൊടിൻ്റെ ഈ കുറുക്ക് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബേബീസിന് നല്ല ഹെൽത്തി ഫുഡായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് ഈ കായ നമ്മൾ പൊടിയാക്കിയിട്ട് അങ്ങനെ കുറുക്കാക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.